ഇന്ന് നമുക്ക് രുചികരമായ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ചോറിൻ്റെ കൂടും ചപ്പാത്തിയുടെ കൂടും പൊറോട്ടയുടെ കൂടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സാമ്പാറാണ്. ഇതിന് എന്ത് വെജിറ്റബിൾ, നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിളും വേണേൽ ഇടാം. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡ്രം സ്റ്റിക്ക്, അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കായ, വാഴയ്ക്ക, ഇത്രയും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സവാള, നമ്മുടെ ഈ ടൊമാറ്റോ, ഇത്ര അത്യാവശ്യമാണ്. പിന്നെ സാമ്പാറിന് വേണ്ടി മുറിക്കുന്ന ഒരു പരുവമൊക്കെ നമുക്കറിയാമല്ലോ, ഒരു സ്ക്വയർ ഷേപ്പിലാണ്, കുറച്ച് വലുതായിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. ഈ കഴുകി വെച്ച വെജിറ്റബിൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ വേവിക്കുന്നത്, അല്ല സെപ്പറേറ്റ് ആയിട്ടൊന്നും വേവിക്കുന്നില്ല. സാമ്പാർ പരിപ്പ് അത്യാവശ്യത്തിന് ഇടുക, ഒത്തിരി കുറഞ്ഞും പോകരുത്, ഒത്തിരി കൂടിയും പോകരുത്. ഈ വെജിറ്റബിളും നമ്മുടെ സാമ്പാർ പരിപ്പും എല്ലാം കൂടെ കഴുകി കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പില ഇടുക. അതുപോലെ തന്നെ പൊടിയുകൾ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ഞാൻ നമ്മുടെ ഈ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നുണ്ട്. യൂഷ്വലി ഞങ്ങൾ ഒന്നീ ബ്രാഹ്മിൻസിൻ്റെ അല്ലെങ്കിൽ നിറബ്രയുടെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ കുക്കറിൽ 2 വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് നമ്മുടെ വാളംപുളി ഇല്ലേ, കുറച്ചെടുത്ത്, ഇത്രയും മതി കേട്ടോ, വാളംപുളി കുറച്ചെടുത്ത് കുതിരാൻ വേണ്ടി വേവിക്കും. 2 വിസിൽ കൂടുതൽ അടിക്കരുത്, കാരണം നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒത്തിരി വെന്തുടഞ്ഞു പോകും. അത് പിന്നെ കഴിക്കാനൊരു സുഖം ഉണ്ടാവത്തില്ല. നമ്മളുണ്ടല്ലോ, ഇതിനി കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടിവുകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിനി കടുക് പൊട്ടിക്കുന്ന സ്റ്റേജാണ് കേട്ടോ. കടുക് താളിക്കുമ്പം ഞങ്ങൾ ഇന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമ്മുടെ ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. 1.25 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വീണ്ടും സെയിം സാമ്പാർ പൊടി, ഒരു 1.5 ടീസ്പൂണോളം സാമ്പാർ പൊടി, ഒരു പൊടിക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇടുന്നത് നമ്മുടെ കായപ്പൊടിയാണേ. ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം സാമ്പാറിന് ഇച്ചിരി കൂടെ കളറൊക്കെ വേണ്ടുന്നവർക്ക് കുറച്ച് നേരം കൂടെ മൂപ്പിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് സാമ്പാറിന് അധികം കളർ ഇഷ്ടമില്ല. എന്നിട്ട് നമ്മൾ കുതുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പുളിയില്ലേ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളി എത്ര ആവശ്യമുണ്ടെന്ന്. ടേസ്റ്റിന് വേണ്ടി മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ലൊരു രുചിയുള്ള സാമ്പാറാണ്, വളരെ സിമ്പിളുമാണ് കേട്ടോ.